rompeteo. ഇന്നത്തെ നമ്മുടെ യാത്ര തൊടുപുഴയ്ക്ക് സമീപമുള്ള മുളപ്പുറത്തെ കോശ്ശേരിയിൽ വീട്ടിലേക്കാണ്. ഇവിടെ മനോഹരമായ ഒരു കാർഷിക നഴ്സറി ഉണ്ട്. പലതരം ഫലവൃക്ഷങ്ങളും നിറയെ പഴങ്ങൾ കായ്ച്ചു നിൽക്കുന്ന കാഴ്ചയും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ വീടിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക മാവും ഇവിടെയുണ്ട്. അതിൻ്റെ വിശേഷങ്ങളും നഴ്സറിയിലെ മനോഹരമായ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കാണാം. മുപ്പത്തിനാല് കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. അതായത് മാവിൻ്റെ ആണ് ആദ്യം തുടങ്ങിയത്, കോശ്ശേരി മാവ്. കോശ്ശേരി മാവ് കൂടാതെ ഇപ്പോൾ ഒരു 35ഓളം വെറൈറ്റി മാവിൻ്റെ തോട്ടമുണ്ട്. അതിൻ്റെ എല്ലാം തൈകൾ നല്ല ഇനം തൈകളാണ്, ഇനത്തിൻ്റെയാണ് ഒട്ടിച്ച് വെച്ചിരിക്കുന്ന തൈകളെല്ലാം. പിന്നെ ഇപ്പോൾ റംബൂട്ടാനാണ് പിന്നെ കൂടുതൽ കൃഷികൾ. ഇപ്പോൾ റബ്ബർ എല്ലാം കളഞ്ഞു, റബ്ബർ വെട്ടാനല്ലാതെ വന്നു. അതുകൊണ്ട് വലിയ മെച്ചമില്ലാതെ കാരണം റംബൂട്ടാൻ ഇതെല്ലാം N18 അതൊരു 17 കൊല്ലമായ മരമാണ് നിൽക്കുന്നത് മുറ്റത്തെ ഇങ്ങനെ. അതിന് കഴിഞ്ഞ കൊല്ലം ഒരു 200 കിലോ കൂടുതൽ പഴം കിട്ടി. പിന്നെ ഇത് സീസർ എന്ന് പറഞ്ഞ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുണ്ട് മുഴുത്ത കായ. എന്താ ഇത് 10 കായ ധാരാളം മതി ഒരു കിലോയ്ക്ക്. താഴെ ചാടിയാൽ പൊട്ടിപ്പോകും, അങ്ങനെ ഒരു ഡ്രോബാക്കുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ വെച്ചിട്ടില്ല. പഴം നല്ലതാണ്, നല്ല മധുരമുണ്ട്, പഴം നല്ലതാണ്. ഇത് ഒരു ദിവസത്തിനുള്ളിൽ ഇരിക്കത്തില്ല, കോഴിച്ചക്കപ്പഴം പോലെ ആയിപ്പോവും. അതുകൊണ്ട് ഇത് പറഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കണം. 20 മരം ഉണ്ടാകുമ്പോൾ 19 എണ്ണം വെട്ടിക്കളഞ്ഞിട്ട് വേറെ വെച്ചു. ഇത് റെഡ് ലേഡി പപ്പായയാണ്. പപ്പായയ്ക്ക് ഒരു ചില സമയത്ത് തന്നെ ബന്ധു പോലെ കാണാറുണ്ട്. സിനിമ 1-2 ഒരു തമാശ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കൂടുതലൊന്നുമില്ല എനിക്ക്. ഇതൊരു പുതിയ ഇനം മാവാണ്. ഇതിൻ്റെ കാവേരി എന്നതിൻ്റെ പേര്. ഇത് ഞാൻ പഴം നിന്നിട്ട് അതിൻ്റെ കമ്പ് കൊണ്ടൊന്ന് ബഡ് പിടിപ്പിച്ച. ഇപ്പോൾ ഒരു 17 കൊല്ലമായ മരമായി റംബൂട്ടാൻ. N18 ആദ്യകാലത്ത് വെച്ചതാണ്. ഇത് കഴിഞ്ഞ കൊല്ലം ഒരു 200 കിലോയിൽ മേലിൽ പഴം കിട്ടിയതാണ്. ഈ വർഷവും ഏതാണ്ട് അതുപോലെ തന്നെ ഉണ്ട്. ഒത്തിരി പൊഴിയും, മഴക്കാലമായ പൊഴിച്ചിൽ തന്നെ ഉള്ളതാണ്. ഇത് ഡുക്കു എന്ന് പറഞ്ഞ തൈയാണ്. റംബൂട്ടാനല്ല, അതും തടിയിൽ കായ്ക്കണം, നല്ല പഴമാണ്. ഇതുണ്ടോ ഇപ്പോൾ 2-3 ഇനം ചെയ്തിരിക്കുന്ന മാവ് മോശനാക്കണം. 3 സൈസ് ഉണ്ട് അതിൽ. ഇത് ചൈനീസ് ഓറഞ്ചാണ്. എന്നും ഇതിൽ നാരങ്ങ ഉണ്ടാവും. 365 ദിവസവും നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാനും അച്ചാറിടാനും ഇത് കൊള്ളാവുള്ളൂ. പഴമായിട്ട് മധുരമില്ല, പുളിയാണ്. ഇഷ്ടം പോലെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് കുളമ്പെന്ന് പറഞ്ഞാൽ ഒരു കേടുമില്ലാത്ത മാങ്ങ. 2 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മാവ് കായ്ക്കും. ഇതിപ്പോൾ പ്രായമുള്ള തൈക, 2 വർഷം പ്രായമായ തൈക. ഇത് 3 വർഷം പ്രായമായ തൈക. ഉണ്ട് 3 വർഷം. ഇത് കാഴ്ചതാണ്, കാഴ്ച തീർന്നതാണ്. ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നു. ഇതാ ഇതിൽ മാങ്ങ ഉണ്ടായിരുന്നു. അത് ഞെട്ടാ കാണണം. ഇതുണ്ട്, ഇത് സോണിയ എന്ന് പറഞ്ഞാൽ എന്നും തന്നെ അതിൽ മാങ്ങ ഉണ്ടാവും. ഇത് കോട്ടൂർക്കുണം എന്ന് പറഞ്ഞ മാങ്ങയാണ്. അത് ഇതൊക്കെ പഴുപ്പ് ഓവറായിപ്പോയി. ഇതുണ്ടോ നല്ല സൂപ്പർ മാങ്ങ. പഴുത്ത് കഴിയുമ്പോൾ നല്ല ചുവപ്പ് വറുത്ത് കിട്ടും. അത് പഴുപ്പ് മാങ്ങ അതിനെ ആളില്ലാത്ത ഇതാണ് ഇതിൻ്റെ കളർ. കോട്ടൂർക്കുണം തിരുവനന്തപുരത്തിൻ്റെ ഫേവറേറ്റ് സാധനം. അത് സ്ഥലത്തിൻ്റെ പേര്, അത് അവരുടെ നാമകരണത്തിൽ ഇതറിയണേ. ഇത് ഒരു 2-3 ഇനം ഒരു മാവിൽ തന്നെ ചെയ്തേക്കണ മാവുകൾ. ഒരു ഇതിനകത്ത് മധുരിമ എന്ന് പറഞ്ഞാൽ ഇത് പൗർണമി. ഇപ്പോൾ ഇതിനകത്തൊരു 3 വെറൈറ്റി ഉണ്ട്. ഇതിനകത്തുണ്ട് 3 വെറൈറ്റി. ഇതിനകത്ത് ഇപ്പോൾ 5 വെറൈറ്റികളുണ്ട്. മുളച്ച് തുടങ്ങി കാണാവോ? ഉണ്ടോ? അത് മഴ കാരണം മൂടിയിട്ടിരിക്കണം. 5 വെറൈറ്റി ഉണ്ട്. ഇത് 2 എണ്ണം, അത് 2 എണ്ണം, ഒരെണ്ണം ഇത്. അങ്ങനെയല്ല. ഇതും മംഗോസ്റ്റിനകത്ത് 5 കൊല്ലം ആയുള്ളൂ. 3 കൊല്ലമായപ്പോൾ തുടങ്ങി കായ്ക്കാൻ തുടങ്ങിയിട്ട്.
ഇപ്പോൾ പഴം തീർന്നു. പഴം നേരത്തെ ഇതിലുണ്ടായി. നല്ലൊരു ഫ്രൂട്ടാണ്. ഇത് ഡുക്കു എന്ന് പറയും. ഡുക്കു എന്ന് പറഞ്ഞാൽ തടിയലാണ് കായ്ക്കുന്നത്. ലാങ്സാറ്റിൻ്റെ വേറൊരു ഭാഗം. ഇത് കറയുകയില്ല, നല്ല മധുരമാണ്, നല്ല സൂപ്പർ പഴം, നല്ല ടേസ്റ്റാണ്. ഇതിന് തൂൺ ചെയ്യാൻ വേണ്ടി തലയപ്പം കട്ട് ചെയ്തേക്കണം, പടത്താൻ വേണ്ടിയിട്ട്. ഇത് ലോങ്ങനാണ്, വൈറ്റ് ലോങ്ങൻ എന്ന് ആണ് പറഞ്ഞത്. ഞാനത് കൂടുതൽ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്ര വലിയ ഒരു ഗുണം ഇല്ല പഴം, ആകെ ഈ പറയുന്ന രീതിയിലുള്ള. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നവർ ഇതിപ്പോൾ ഒരാൾ പറഞ്ഞേക്കണോണ്ട് മാത്രം 2 ചെയ്തേക്കണം. ഇവിടെ ഒന്ന് പഴം കഴിച്ച് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. എനിക്കത്ര ലോക്കൻ്റെ തൈകളാണ് ഇരിക്കണം, എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യും. 5 മാസം വേണം തൈ ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് കൊടുക്കണമെങ്കിൽ. എനിക്ക് ചെയ്തിട്ടിപ്പോൾ 1 മാസം 1.5 മാസം ആയതുള്ളൂ. ഒട്ടിക്കാനുള്ള തൈകൾ ഒട്ടിക്കാനുള്ളതാണ്. മറ്റു തൈകൾ. ഇതൊരു പുതിയ ഇനം പ്ലാവാണ്. ഒരു 5 വർഷം എടുക്കും കായ്ക്കാൻ. നല്ല ചക്ക, ഒരു 15 കിലോ വരെയുള്ള ചക്ക ഉണ്ടല്ലോ. ഒരാൾ പൊക്കമുള്ള തൈകൾ വരെ ഉണ്ട്. റംബൂട്ടാൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ. ഇതെല്ലാം റംബൂട്ടാൻ്റെ N18 എന്ന് പറഞ്ഞ വെറൈറ്റി തൈകളാണ്, ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാം ഒരാൾ പൊക്കവും തൈകളായി. ഇതിപ്പോൾ ഒരു 15 ദിവസം കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് നടാൻ കഴിയുന്ന തൈകളാണ് ഇതെല്ലാം. ഒരു ഓമ്പള്ളി എന്ന് പറഞ്ഞൊരു ജാതിയുണ്ട്, അതിൻ്റെ മാത്രം തൈകൾ നേർഷൂട്ട് മാത്രം ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത്. 6 ഗ്രാം വരെ 10 കിലോ തൂക്കമുണ്ട്. ഓമ്പള്ളി എന്ന് പറഞ്ഞ ജാതിയാണിത്. അത് കൂടുതൽ തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റണില്ല. ഒരു 100-100 തൈകൾ ഞാൻ 1 വർഷം ഉണ്ടാക്കാൻ പറ്റും. ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുക, അതാണ് അതിൻ്റെ സംഭവം. അതിന് ഇതുണ്ടോ, ഇതിൻ്റെ നേർഷൂട്ട് മാത്രമാണ് എടുക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷമായാലും പിന്നത്തെ വർഷം ആകുമ്പോഴും കായാവും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിപ്പോൾ ഈ എൻ്റെ ജാതികളെ പൊള്ളിപ്പോയി, നമ്മുടെ വലിയ മരങ്ങളൊന്നും ഉണ്ട്, അതാണ്. പക്ഷേ ഇതിന് കുഴപ്പമില്ല, നട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട്. ഇത് കായ്ച്ച് കഴിയുമ്പോഴും കമ്പ് താഴെ മടിഞ്ഞു വരും. ഇത് മുള്ളില്ലാത്തതായ ഒരു ചെറുനാരമാണ്. അതിന് ഇതിലെ വേണമെങ്കിൽ നമുക്ക് കയറി നടന്ന് നാരങ്ങ പറിക്കാം. ഒരു മുള്ളു പോലും കൊള്ളു തരാം. ചെറുനാരമാണ്. ഈ ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പഴുത്ത് ചവിട്ടുക വേണ്ടത് കിടപ്പുണ്ട്. അത് വമ്പിളിസാരതയിലാണ് ഒട്ടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ചെറുനാരം വമ്പിളിസാരതയിൽ ഒട്ടിച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ തൈകളുണ്ട്. ഇത് മധുരലൂബിയാണ്. മധുരലൂബി എന്ന് പറഞ്ഞാൽ മുന്തിരിങ്ങാപ്പഴം പോലെ കറുത്ത് വരും. കറുത്ത് വരുമ്പോൾ നല്ല മധുരം. ഇത് ഒരു പുളിയില്ല, ഒന്നുമില്ല. അത് ഇഷ്ടംപോലെ കായ്ക്കും. പുലാസാൻ്റെ തൈകൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാണ്. ഇത് പുലാസാൻ്റെ പഴങ്ങളാണ്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ വിളവെടുക്കാം. ഒരു 25 മരമുണ്ട്. ഇത് പുലാസാനാണ്. പുലാസാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പേടുകയില്ല. സ്ഥലത്ത് നല്ല ഇനം കണ്ടത് അതിൻ്റെ കമ്പെടുത്തുകൊണ്ടൊന്നും പറ്റിയത് വീട്ടിൽ. അങ്ങനെ ഇതിനകത്ത് കാരണം ഒറ്റ കായ്ക്ക് പോലും പേടുകയില്ല. ഇഷ്ടം പോലെ ഉരുണ്ട കായാണ്. ഒരു 15 ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ പഴം ശരിക്കും ആവുള്ളൂ. പഴുത്ത് കഴിയുമ്പോൾ ശരിക്കും നല്ല മധുരമാണ്. പിന്നെ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ. ആറ്റല്ലേ വെയിറ്റ് നല്ല വെയിറ്റാണ്, അതുകൊണ്ട് വേറെ ഒടിഞ്ഞു പോകും. ഇതിലെ പഴം ഒരെണ്ണം ഇത് കത്തിച്ച് നല്ല മധുരമായി കാണില്ല. ഇത് പൊട്ടിക്കുന്നത് ഇങ്ങനെ തിരിച്ചാൽ മതി. ഇതുണ്ടോ, തിന്നു നോക്കി. അതിന് കുരുവും കൂടെ തിന്നാൻ. ഇത് ഓസ്ട്രേലിയയിൽ നിന്ന് ഞാൻ കമ്പ് കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ച മാവാണ്. അതിൻ്റെ പേരറിയില്ല. നല്ലപോലെ കായ്ക്കുന്നതും നല്ല മാമ്പഴമാണ്. തിന്നു നോക്കിയിട്ട് കമ്പ് കൊണ്ടുവന്നു. ഇതിനകത്ത് ഒരു 35ഓളം വെറൈറ്റി മാവുണ്ട്. നമ്മുടെ പണ്ട് അന്യം നിന്നുപോയ കോട്ടമാവ് വരെ ഉണ്ട് ഇതിനകത്ത്. കോട്ടമാവാണ് ഇതായിരിക്കുന്നത്. ഇത് കൂട്ടുകൊണ്ടാണ്. പിന്നെ നീലിമ, മധുരിമ, ജഹാംഗീർ, അൽഫോൻസ, നംഡോക് മായി, മൂവാണ്ടൻ, പ്രിയൂര്, ഒത്തിരി ഇനം മാവുകളുണ്ട്. ഇത് കോശ്ശേരി മാങ്ങയാണ്. ഇപ്പോൾ 5 വർഷമായ മാവാണ്. ഇത് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തുടങ്ങി കായ്ക്കുന്നതാണ്. കൊല്ലം ധാരാളം മാങ്ങകൾ ഉണ്ടായിട്ടുണ്ട്. 2 കിലോ വരെ തൂക്കമുണ്ട്. 6 മാസം മൂപ്പാണ് മാവ് പൂത്ത് കഴിഞ്ഞാൽ മാങ്ങ വിളയണമെങ്കിൽ. ഇതിൻ്റെ 92-ലാണ് ഇതിൻ്റെ തൈ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയത്. പിന്നെ
പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് പേരറിയാൻ പാടില്ലെന്ന് നമ്മുടെ വീട്ടുപേര് അതിന് നാമകരണം ചെയ്തത്. നാട്ടുകാർ സംഭാവന ചെയ്തതാണ്. കോശ്ശേരിയിൽ നിന്നാണ് എൻ്റെ വീട്ടുകാർ കോശ്ശേരി മുഹമ്മദ്, അങ്ങനെയാണ് അതിൻ്റെ പേര് വന്നത്. മാങ്ങ പറിക്കുന്നത് ഇത് ചെറു ചൂട് ഉപ്പുവെള്ളത്തിൽ, അതായത് 1 ലിറ്റർ ചൂടുവെള്ളവും 1 ലിറ്റർ പച്ചവെള്ളവും കൂടെ കലർത്തി ഉപ്പിട്ട്, ഒരുവിധം ഉപ്പിട്ട് അതിനകത്തൊരു 15 മിനിറ്റ് മുക്കിയിട്ടിട്ട് മാങ്ങ വെന്ത് പോകാതെ ചൂടായിരിക്കണം. എന്നിട്ട് എടുത്ത് തുടച്ച് ഗ്ലാസ്സിൽ പൊതിഞ്ഞ് വെച്ചാൽ 4-5 ദിവസം കൊണ്ട് പഴുത്തു. ഉപ്പുവെള്ളം ഇതിനകത്ത് വല്ല കീടങ്ങളോ കൃമിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴുക്കളുടെ മുട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തുപോകാൻ വേണ്ടിയിട്ടാണ്.